സാർ എസ് ഡി പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ എം കെ ഫൈസിയുടെ അറസ്റ്റും പിന്നെ ആ എസ് ഡി പിയുടെ ഓഫീസുകളിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിന് മീഡിയ വൺ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. എസ് ഡി പിയുടെ വേട്ട എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു വേട്ടയായിട്ട് തോന്നുന്നുണ്ട്? അല്ല, അതിൽ മീഡിയ വൺ പറഞ്ഞേക്കുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നൊരു ചർച്ചയാണ്. ഓക്കെ, അത് നോർമലി അറിയപ്പെടുന്ന അടുപ്പൂട്ടി ചർച്ച എന്നുള്ളതാണ്. ഞാനല്ല, അത് അഡ്വക്കേറ്റ് ജയശങ്കറാണ് ആ പേരിട്ടത്. അപ്പോൾ അടുപ്പൂട്ടി ചർച്ചക്കാർ വന്നിരുന്ന് അജിംസും റാവുത്തറും ഒക്കെ വന്നിരുന്ന് കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടു. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേട്ട എസ് ഡി പിയിൽ അവസാനിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഹെഡിങ്. അതായത് ഇത് വേട്ടയാണ് എന്നുള്ളത് അവരങ്ങോട്ട് ഉറപ്പിച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഈ കുറച്ച് മുസ്ലിം മതവിഭാഗത്തിലെ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഇത് ശരിയാണെന്ന് തോന്നാം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ മീഡിയ വൺ. കാരണം മീഡിയ വൺ ചാനൽ എന്ന് പറയുന്നത് മൗദൂദിയുടെ ചാനലാണ്, എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും ഒക്കെ ആവശ്യമെന്ന് പറയുന്നത് ഇന്ത്യ മതരാഷ്ട്രമാകണമെന്നാണ്. മനസ്സിലായല്ലോ? ഇന്ത്യ മതരാഷ്ട്രം, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റായി മാറണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പിന്നെ അവർ കുറച്ചുകൂടി ബുദ്ധിമാന്മാരായതുകൊണ്ടും ഷട്ടിൽ പൊടി പറ്റുന്നൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടും അവർ കുറച്ചുകൂടി വളച്ചു കെട്ടി ഒക്കെ എന്ത് ചെയ്യുള്ളൂ, പറയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവരുടെ ഏറ്റവും വലിയ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ മൗദൂദിയുടെ ആശയങ്ങളെപ്പോലും ഞങ്ങൾ പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരൊക്കെ നിലനിൽപ്പിന് വേണ്ടി എന്ത് അഭ്യാസവും കാണിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. പക്ഷേ ഉള്ളിനുള്ളിൽ അവർക്ക് എസ് ഡി പി ഐനോടും പി എഫ് ഐനോടൊക്കെ ഒരു അനുകൂല മനോഭാവമുണ്ട്. അപ്പോൾ അതിലവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എസ് ഡി പി ഐ ഇത് ഗവൺമെൻറ് വെറുതെ വേട്ടയാടുകയാണ്. എസ് ഡി പി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിപാവനമായിട്ടുള്ള ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരു സംഘടനയാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് ഇതുപോലെയുള്ള മണ്ടത്തരമൊക്കെ പറയാൻ പറ്റുക നമുക്കറിയില്ല. കാരണം എസ് ഡി പി എന്ന് പറയുന്നത് പി എഫ് ഐയുടെ ഒരു രാഷ്ട്രീയ രൂപമായിട്ടുള്ള സംഘടനയാണ്. അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താണെന്ന് ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട. അരിയും മലരും കുന്തിരിക്കും ഒക്കെ കരുതി വെച്ചോടാന്നൊക്കെ വിളിക്കുന്നത് ഇതേ ആളുകളും ഈ പാർട്ടിയും ഒക്കെ തന്നെയാണ്. കഴിഞ്ഞ 7-8ഓളം വരുന്ന ഈ പറയുന്ന റിമാൻഡ് നോട്ടിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. കാരണം ഈ പി എഫ് ഐയുടെ പണം ഇവർ ഉപയോഗിച്ചു എന്നുള്ളതും ഇവർ ഇ എസ് എസ് എന്ന് പറയുന്ന 2 സംഘടനകളുടെ പേരിൽ എന്തോ FFF എന്ന് പറഞ്ഞ 2 സംഘടനകളുടെ പേരിൽ ഗൾഫിൽ നിന്ന് അവർ പണം പിരിച്ചുവെന്നും അത് ഇപ്പോൾ ഈ പറയുന്ന റമദാൻ പിരിവ് എന്നുള്ള അല്ലെങ്കിൽ വലിയ തോതിൽ പണം പിരിച്ചുവെന്നും ആ പണം പിരിക്കുന്നതൊക്കെ തന്നെ ഈ പറയുന്ന പി എഫ് ഐക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എസ് ഡി പി ഐ അത് അസറ്റാക്കി അക്യുമുലേറ്റ് ചെയ്യുകയാണെന്നൊക്കെയുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ പക്ഷേ മീഡിയ വൺ കാണൂല. കാരണം മീഡിയ വൺ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം ഇതെല്ലാം തന്നെ മുസ്ലിം വേട്ടയാണെന്നാണ്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മതത്തെക്കുറിച്ചുള്ള ഇരവാദം ഉന്നയിക്കുകയാണ് അവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങളെ മുസ്ലിം സമുദായത്തെ അവർ ദ്രോഹിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ സാധാരണക്കാരായ ആളുകളൊന്നും കുഴപ്പക്കാരായിട്ടുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലവരൊരു ഉദാഹരണം പറയുന്നത് രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. കറക്റ്റാണ്. ഒരു 6 മണിക്ക് കുറച്ച് പോലീസുകാർ വന്ന് ഒരു വീട് ചവിട്ടി തുറക്കുകയും ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ, അത് മുസ്ലിം നാമധാരി എന്ന് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഇവരൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാമധാരിയായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ വന്ന് അതിക്രമിച്ച് പോലീസ് കയറുകയും വലിയ അട്രോസിറ്റീസ് ഉണ്ടാവുകയും ഇവരുടെ 1 മാസം പ്രായമായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ തലയിൽ ഈ പോലീസുകാർ ചവിട്ടുകയും അങ്ങനെ കുഞ്ഞ് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് വലിയ തോതിൽ ഒരു എതിരഭിപ്രായം ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് മീഡിയ വൺ പറയുന്നത് എന്ത് വേട്ട എവിടെ അവസാനിക്കില്ല എന്ന്. ഈ എസ് ഡി പി എയുടെ റെയ്ഡ് മാത്രമല്ല, ഇതുപോലെ മുസ്ലിങ്ങളൊക്കെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതാണ് ഇവരിവിടെ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യം. അതെന്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതുകൊണ്ടല്ല സത്യം. മുസ്ലിം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ദളിതരായതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിൽ മറ്റേ നിഷാദ് റാവുത്തർ പറയുന്നുണ്ട് ഇന്ത്യയിൽ കൂടുതൽ ഇത്തരത്തിലുള്ള പോലീസ് അട്രോസിറ്റീസ് നടക്കുന്ന ആർക്കെതിരെയാണ്? മുസ്ലിംസിനെതിരെയും ദളിതർക്കെതിരെയൊക്കെ തന്നെയാണ്, ആദിവാസി ഗോത്ര സമൂഹങ്ങൾക്കെതിരെയൊക്കെ തന്നെയാണ്. അത് സത്യമാണ്. പക്ഷെ അതിൻ്റെ കാരണം അവരുടെ ജാതിയും മതവും ആയതുകൊണ്ട് മാത്രമല്ല. പകരം എന്തുകൊണ്ടാണ്? അവർ സമൂഹത്തിൽ എക്കണോമിക്കലി സാമ്പത്തികമായി വളരെ 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 പിന്നോക്കം നിൽക്കുന്നവരായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ദളിതരെ എന്തിനാണ് നമ്മൾ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് ദളിതൻ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മൂത്രമൊഴിച്ച് കുടിപ്പിക്കുന്ന രംഗം ഉണ്ടായിട്ടുണ്ട്.
ഒരേ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്തതിന് എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടിയെ തല്ലുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു സ്കൂളിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവർ മുസൽമാനായതുകൊണ്ടോ അവർ ഇതായതുകൊണ്ടോ അല്ല. അത് ഇവരുടെ ആവശ്യത്തിന് ഇവരുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇവരുടെ ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവർ പറച്ചുവിടുന്ന കള്ളമാണ്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഇവർക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ട കാര്യം എന്താ? ഇവർ ചെയ്യേണ്ട കാര്യം എക്കണോമിക്കലി ബാക്ക്വേർഡായ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇത്തരത്തിലുള്ള സമുദായത്തിലുള്ള കുട്ടികളെ കുറേ കൂടി നന്നായി പഠിക്കാൻ പ്രേരിപ്പിക്കുകയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. അതിന് പകരം ഇവർ ഈ പറയുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കി യഥാർത്ഥത്തിൽ ഈ സമുദായത്തിൻ്റെ പാവപ്പെട്ട സാധാരണക്കാരായ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടി സ്വപ്നങ്ങൾക്ക് മേൽ കടക്കൽ കത്തിവെക്കുന്ന പണിയാണ് ഈ ചർച്ച കൊണ്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പം മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിംസും ഈ പറയുന്ന SDPI പോലെയുള്ള ഇപ്പോൾ ഹിന്ദുക്കളിലും ക്രിസ്ത്യൻസിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള തീവ്ര എലമെൻറ്റ്സ് ഉണ്ടാവും, ഫ്രിഞ്ച് ഗ്രൂപ്പുകളുണ്ടാവും. ആ ഗ്രൂപ്പുകളെ, ആ കമ്മ്യൂണിറ്റി ഒന്നും ഓൺ ചെയ്യുന്നില്ല, അവർ തള്ളിക്കളയുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ തള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ആളുകൾ ഇങ്ങനെ കാണുകയും അവർക്ക് ജോലി കൊടുക്കാൻ ഭയപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന പല അവസ്ഥകളും ഉണ്ടാവും. ആ അവസ്ഥ ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലേക്കും ചില ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ ജോലിക്ക് കയറുമ്പോഴോ ചിലപ്പോൾ മൈഗ്രേഷന് വേണ്ടി ശ്രമിക്കുമ്പോഴോ ഒക്കെ സത്യത്തിൽ പല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ഉണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് ഇവർ പറയുന്ന പോലെ ഇതിനെ മതപരമായി കാണുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഈ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസിയുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഇതുപോലെയുള്ള വലിയ തോതിൽ MP-മാരും MLA-മാരുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്, ഇല്ലേ? ഇന്ത്യയിലുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഉണ്ട്. ഇനി വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്, വലിയ വ്യവസായികളില്ലേ? യൂസഫ് അലിയെ പോലെ, ഇപ്പോൾ VKC മുഹമ്മദ് കോയെ പോലെ നിരവധി വ്യവസായികൾ ഇന്ത്യയിലുണ്ടല്ലോ, ചെറുതും വലുതുമായിട്ടുള്ള. ഇവരുടെ ആരുടെയെങ്കിലും വീടുകളിൽ എന്തെങ്കിലും പോലീസ് അട്രോസിറ്റീസ് ഉണ്ടാവുന്നുണ്ടോ? അപ്പോൾ അത് മതപരമായ പ്രശ്നം മാത്രമല്ല, പകരം എന്താണ്? യഥാർത്ഥത്തിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിൻ്റെ പ്രശ്നം കൂടിയാണ്. ആ പ്രശ്നത്തെയാണ് മീഡിയ വണ്ണൊക്കെ ഇരുന്ന് വളച്ചൊടിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആദിവാസി ഗോത്രവർഗ സമൂഹങ്ങൾക്കിടയിൽ കൂടുതലാണ്. എന്തുകൊണ്ടാണ് മധുവിനെ ഈ പറയുന്ന പാലക്കാട് ഒരു ബ്രെഡ് മോഷ്ടിച്ചതിന് ആളുകൾ തല്ലിക്കൊന്നത്? എന്തുകൊണ്ടാണ് തല്ലിക്കൊന്നത്? നിങ്ങളറിയേണ്ടത് തല്ലിക്കൊല്ലാൻ കാരണം ഒരൊറ്റ കാര്യമുള്ളൂ. എന്താണ്? അവർ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരാണെന്നുള്ള തോന്നലാണ്, അല്ലാതെ മധു ഹിന്ദു അല്ലേ. മനസ്സിലായോ? ആദിവാസി ഗോത്രവർഗ്ഗങ്ങളായതുകൊണ്ടാണ്. അത് പക്ഷേ ലോകത്തെവിടെയുമുണ്ട്, ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ചുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സൂര്യ എന്ന് പറയുന്ന ഒരു നടൻ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ വന്നു, നമ്മുടെ ലിജോ മോളൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ, ഞാൻ എൻ്റെ പേര് വിട്ടുപോയി, ജയ് ഭീം. ആ ജയ് ഭീമിൽ കാണിക്കുന്നത് എന്താണ്? ഒരു പ്രത്യേക വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സമത്വമോ ഒന്നും അനുഭവിക്കാതെ ജീവിച്ചു പോകുന്നതിൻ്റെ അതിക്രൂരമായിട്ടുള്ള നരേറ്റീവ്സാണ്. അങ്ങനെ നരേറ്റീവ്സ് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ആ മുഴുവൻ ഉണ്ടായതിൽ ശരിക്കും സീരിയസ്ലി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കിയാൽ വലിയ പിന്നോക്കം നിൽക്കുന്ന ഒരു മതവിഭാഗം തന്നെയാണ് ഇന്ത്യയിൽ മുസ്ലിംസ് എന്ന് പറയുന്നത്. കേരളത്തിൽ അത് ഉണ്ടാവുന്നില്ല. കേരളത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കോടിയിലധികം മുസ്ലിംസ് ഉണ്ട്. ഒന്ന്. രണ്ടാമത്തത് ഒരു ഗൾഫ് മണിയൊക്കെ വന്നതുകൊണ്ട് അവർക്ക് വലിയ തോതിലുള്ള ഗുണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മലപ്പുറത്ത് നിന്നുള്ള നല്ല മിടുക്കന്മാരുമായിട്ടുള്ള കുട്ടികൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ പഠിച്ച് ഇപ്പോൾ 25%, 30% ഒക്കെ വരെ വലിയ മെഡിക്കൽ കോളേജുകളിലും നഴ്സിംഗ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ മേടിക്കുന്നുണ്ട്. ഓക്കെ, IIT-യിലെ എഞ്ചിനീയറിംഗ് പോലെയുള്ള കോഴ്സുകൾക്ക് അവർ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം തടസ്സപ്പെടുത്താനാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ PDPയും പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ശ്രമിക്കുന്നത്. കാരണം ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മതപരമായ റിജിഡിറ്റി, അതായത് കാർക്കശ്യം കൊണ്ടുവന്നുകൊണ്ട് ഹിജാബ് ധരിച്ചില്ലേ നിങ്ങൾ പഠിക്കാൻ പോകണ്ട, നിങ്ങൾ മറ്റേ ഹോസ്പിറ്റലിനകത്ത് ഓപ്പറേഷൻ റൂമിൽ കയറുമ്പോൾ പോലും ഹിജാബ് ഇടാനും നിക്കാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളുടെയും ഈ കമ്മ്യൂണിറ്റിയുടെയൊക്കെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പണിയാണ് ഈ പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അല്ലാതെ ഇവർക്ക് കമ്മ്യൂണിറ്റിയോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ രാജസ്ഥാനിലെ ഒരു കേസ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. ഞാൻ പറയുന്നത് രാജസ്ഥാനിലെ ആ കേസ് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെതിരെ കൃത്യമായ നടപടി എടുക്കേണ്ടതാണ്. ഇത് തന്നെയാണല്ലോ ഹത്രാസിലെ പെൺകുട്ടിക്ക് സംഭവിച്ചത്, ഇല്ലേ? തീയിട്ട് കൊന്നുകളഞ്ഞില്ലേ? അപ്പം അതുകൊണ്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ അതിൽ ജാതിയും മതത്തിൻ്റെ അല്ല, ആ കമ്മ്യൂണിറ്റികൾ ഡെവലപ്പ്
ആയിട്ടില്ല. ആ കമ്മ്യൂണിറ്റികൾ ഡെവലപ്പ് ആകുന്നതിന് ഇപ്പോൾ SC/ST ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബൽ വിഭാഗങ്ങളൊക്കെ ഡെവലപ്പ് ആകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ നിൽക്കുമ്പോൾ പോലും നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ ഡെവലപ്പ് ആക്കാതെ നിർത്തുന്നതിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും PFIയും പോലെയുള്ള ഈവൻ സമസ്ത പോലെയുള്ള സംഘടനകൾക്ക് പോലും വലിയ പങ്കുണ്ട്. അവർ മതം പറഞ്ഞ് ഇവരുടെ സ്വാതന്ത്ര്യത്തെയും ഇവരുടെ വളർച്ചയെയും തടസ്സപ്പെടുത്തുകയാണ്. അതേസമയം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇവരുടെയൊക്കെ നേതാക്കന്മാരുടെ മക്കളെയൊക്കെ ഒരു വിദേശത്ത് അയച്ച് ഒരു ഹിജാബ് ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അതൊക്കെ വലിയ പരിഷ്കൃതമായി അവർ സ്വന്തം കാര്യം ഒക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. സാർ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വം കൂടെയല്ലേ? ഇവരൊക്കെ ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് കൊണ്ട് മാത്രം ഇത് താഴേക്ക് പോകുന്നതല്ലല്ലോ, ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒരു പങ്കാളിത്തം ഇതിലില്ല. താങ്കൾ പറഞ്ഞത് ഇപ്പോൾ മീഡിയ വണ്ണോ അല്ലെങ്കിൽ മറ്റാളുകളോ ഒക്കെ ഇതിനെ അനുകൂലിച്ചില്ലെങ്കിലും ഗവൺമെൻറ് ഇതിനകത്ത് കുറച്ചുകൂടി ഉത്തരവാദിത്തം എടുക്കേണ്ടതല്ലേ എന്നല്ലേ താങ്കൾ ചോദിച്ചു. അത് കറക്റ്റാണ്. അതിപ്പോൾ നമ്മുടെ കാലാകാലങ്ങളായി തുടർന്ന് വന്നിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ ഈ ദളിത് പിന്നോക്ക മതവിഭാഗങ്ങളെയോ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയോ ഒന്നും പുരോഗതിക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അത് ശരിയാണ്. പക്ഷേ നിങ്ങളറിയേണ്ടത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഉള്ളിൽ നിന്നുകൂടി കുറച്ചുകൂടി പുരോഗമനപരമായ കാര്യങ്ങൾ വരികയും പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു കേരളത്തിലൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തത്? സ്വാഭാവികമായിട്ടും ആ മിഷണറിമാർ പ്രവർത്തനങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ഈ പറയുന്ന നമ്മുടെ കന്യാസ്ത്രീകളും അവർ അച്ഛന്മാരും ഒക്കെ ഒന്ന് തുടങ്ങുകയും അവർ വളരെ ഭംഗിയായി നടത്തുകയും അവരിൽ കുറേ പേര് നേഴ്സിംഗ് പഠിക്കുകയും പല കോഴ്സുകളും പഠിച്ച് വിദേശത്ത് പോവുകയൊക്കെ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ സിറിയൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയൊക്കെ തന്നെ വലിയ തോതിൽ ഒരു സമ്പന്നരായിട്ടുള്ള കമ്മ്യൂണിറ്റിയായി മാറുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ലാറ്റിൻ കാത്തലിക്കിൻ്റെ കാര്യത്തിൽ അത്രത്തോളം കൃത്യമായി നടന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ നടക്കാത്തതിൻ്റെ പിന്നിൽ ഞാൻ പറയുന്നത് ഗവൺമെൻറ്റൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള പ്രതിലോമകരമായ കാര്യങ്ങൾ ചെയ്യുന്നവർ കൂടി വലിയ പങ്ക് ഉണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരുപാട് എഫേർട്ടുകൾ ആ കാര്യത്തിൽ എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉദാഹരണത്തിന് ട്രിപ്പിൾ തലാഖ് നിരോധിച്ചു. യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ഒരു സൊസൈറ്റിക്കോ സമൂഹത്തിനോ ഒന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ട്രിപ്പിൾ തലാഖ്. അപ്പോൾ അതിനടക്കം ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് അത് നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചില റിഫോംസും പരിഷ്കാരങ്ങളും ഒക്കെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഈ പറയുന്ന അതിനെ ഒന്നും സ്വാഗതം ചെയ്യുന്ന ഒരു മനസ്സല്ല ഇവർ കാണിക്കുന്നത്. ഇവർ കൂടി അത്തരത്തിൽ ഒരു കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാതെ കൃത്യമായിട്ട് നിന്നിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഫാസ്റ്റായി ഒരു ഡെവലപ്മെൻറ്റ് ഈ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായാനേ എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞു വന്നത്. താങ്കൾ പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റാണ്. നേരത്തെ ഉണ്ടായ ഗവൺമെൻറ്റുകളൊക്കെ പല കാര്യങ്ങളും ശ്രദ്ധിച്ച ഗവൺമെൻറ്റുകൾക്കൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒറീസയിൽ നവീൻ പട്നായിക് ഗവൺമെൻറ് ഇരുന്നപ്പോൾ, ഇപ്പോൾ മാറി BJP ഗവൺമെൻറ്റായി. ആ ഒറീസയിൽ നവീൻ പട്നായിക് ഗവൺമെൻറ് ഇരുന്നപ്പോൾ അവിടെയുള്ള ട്രൈബൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് ഉന്നമനം ഉണ്ടാക്കാം എന്നുള്ളത് പുള്ളി ആലോചിച്ചുകൊണ്ട് പുള്ളി ആ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കളിസ്ഥലങ്ങൾ തുടങ്ങി. അതിനുശേഷം അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ജവഹർലാൽ നെഹ്റു മുതൽ നിരവധി ആളുകൾ അവരെ ഉപദ്രവിക്കേണ്ട, ഇപ്പോൾ കാട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവരെ ഉപദ്രവിക്കേണ്ട, അവരങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചവരാണ്. അപ്പോൾ അതിൻ്റേതായ ചില കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അസമത്വമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മളോട് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗവൺമെൻറ്റുകളുടെ ഇനാക്ഷനെ, അവർ നടപടികൾ എടുക്കാത്തതിന്, ഇത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാത്തതിന് നമുക്ക് കുറ്റം പറയാം. പക്ഷെ അതോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ദ്രോഹമാണ് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്, വലിയ സ്നേഹമുള്ളവരാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സിനെയും പിന്നോട്ടടിക്കാനുള്ള പണി ഇവരുടെ ഇടക്ക് നിന്ന് തന്നെയുള്ള മീഡിയ വണ്ണിനെ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്.